പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവവചനധ്യാനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൻ്റെ വചനം വീണ്ടും നമുക്ക് ധ്യാനിക്കാം. എൻ്റെ ഈ എളിയ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ നിങ്ങൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് എന്ന് മത്തായി സുവിശേഷകനിലൂടെ യേശു പറഞ്ഞ സംഭവം ഇന്ന് തിരുസഭാ മക്കളുടെ മുമ്പിലേക്ക് കർത്താവ് വെച്ചു കൊടുക്കുകയാണ്. ശരിക്കും നമ്മളൊരു പഠന വിഷയമാക്കി കഴിഞ്ഞാൽ ഈ മത്തായിയുടെ സുവിശേഷം എഴുതിയത് തിരുസഭാ മക്കൾക്ക് വേണ്ടിയിട്ട് എഴുതിയപ്പോൾ മത്തായി സുവിശേഷകൻ ലക്ഷ്യം വയ്ക്കുന്ന ഒരു കാര്യമുണ്ട്. യഹൂദന്മാരിൽ നിന്നും മാമോദിസ സ്വീകരിച്ച യഹൂദ ക്രിസ്ത്യാനികളെയും വിജാതീയരിൽ നിന്നും മാമോദിസ സ്വീകരിച്ച വിജാതീയ ക്രിസ്ത്യാനികളെയും ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ സുവിശേഷം എഴുതുന്നത്. ഈ സുവിശേഷം അതാണ് പണ്ഡിതന്മാർ, ബൈബിൾ പണ്ഡിതന്മാരും ദൈവശാസ്ത്രജ്ഞന്മാരുമൊക്കെ പറയുന്നതും പഠിപ്പിക്കുന്നതും അങ്ങനെയാണ്. അപ്പോൾ തിരുസഭാ മക്കൾക്ക് വേണ്ടി എഴുതുമ്പോൾ മാമോദിസ എന്ന കൂദാശയിലൂടെ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി മാറ്റപ്പെട്ട തിരുസഭയിലെ ഒരു മകൾ, അവരെ സംബന്ധിച്ചിടത്തോളം തിരുസഭയിലെ ഓരോ അംഗങ്ങളും, തിരുസഭ സ്വർഗീയ സഭയിലെ അംഗമാണ്. തിരുസഭയിലെ അംഗമെന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തിലെ അംഗമാണ്. ദൈവരാജ്യത്തിലെ അംഗമായി മാറ്റപ്പെട്ട സമൂഹത്തിൽ ദാരിദ്ര്യമനുഭവിക്കുന്ന, വിഷമിക്കുന്ന, പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരായ വ്യക്തികളെ കാണാതെ കൊണ്ട് മുഖം തിരിച്ച് ഓരോ വ്യക്തി ജീവിക്കുമ്പോഴും അത് കർത്താവ് ഈശോ മിശിഹായെ കാണുമ്പോഴാണ് ആ മുഖം തിരിച്ചത്. പാവപ്പെട്ടവർക്ക് തിരുസഭയിലെ അംഗമായി മാറ്റപ്പെട്ട, ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി മാറ്റപ്പെട്ട, ഞാൻ ഈ വചനം പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടെ പറയും. 1 കൊരിന്ത്യർ 12:27 പറയുന്നുണ്ട്, നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരവും ഓരോരുത്തരും അതിലെ അവയവങ്ങളുമാണ്. ഓരോരുത്തരും അതിലെ അവയവങ്ങളുമാണെന്ന് നമ്മുടെ കർത്താവ് ഈശോ മിശിഹ പറയുമ്പോൾ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി മാറ്റപ്പെട്ട ഒരു സാധാരണക്കാരനെ, ഒരു പാവപ്പെട്ടവനെ, ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ മാറ്റി നിർത്തുമ്പോൾ, മുഖം തിരിച്ച് നിൽക്കുമ്പോൾ അത് കർത്താവിനെ തന്നെയാണ് മുഖം തിരിച്ച്, കർത്താവിൻ്റെ മുഖത്തു നിന്നാണ് മുഖം തിരിച്ചതെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കർത്താവ് പറഞ്ഞിട്ടുള്ള സമൂഹത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന് ചെയ്തു കൊടുത്തപ്പോൾ, സമൂഹത്തിലെ ഏറ്റവും വലിയ ജ്ഞാനിക്ക് ചെയ്തു കൊടുത്തപ്പോൾ, സമൂഹത്തിലെ ഏറ്റവും വലിയ സമ്പന്നന് ചെയ്തു കൊടുത്തപ്പോൾ ഇതെനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് എന്ന് നമ്മുടെ കർത്താവ് ഈശോ മിശിഹ പറഞ്ഞിട്ടില്ല. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ പറഞ്ഞത്, നിങ്ങളിൽ ചെറിയൊരാൾക്ക് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. പ്രിയ സഹോദരങ്ങൾ, ഇന്ന് ദരിദ്രരോട് കാണിക്കുന്ന, അല്ലെ പാവപ്പെട്ടവരോടൊക്കെ കാണിക്കുന്ന അനീതി സമൂഹത്തിൽ ഭയങ്കരമാണ്. കാരണം സമ്പന്നന്മാരെ സംബന്ധിച്ചിടത്തോളം, അതല്ലെങ്കിൽ സ്വന്തക്കാരും ബന്ധക്കാരുമായിട്ട് 10 വീട്ടുകാരൊക്കെ ഒരുമിച്ച് താമസിക്കുന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് മാമോദിസ സ്വീകരിച്ച സഭയിലെ ഏതെങ്കിലും വ്യക്തി ഒറ്റയ്ക്ക് താമസിക്കുന്നുണ്ടെങ്കിൽ, ഒറ്റപ്പെട്ടവനായിട്ടാണ് താമസിക്കുന്നതെങ്കിൽ ഈ വ്യക്തികളെല്ലാം കൂടി അവനെ പൊരിച്ച് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി നോക്കും. ഇത് ഇന്ന് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ചും പരിശുദ്ധ സഭയിലെ മക്കളുടെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ സംഭവമാണ്. ഇതിനകത്ത് ഇടപെടാനോ ചോദിക്കാനോ സംസാരിക്കുവാനോ, അവർക്ക് ഈ അനീതി കാണിക്കുമ്പോൾ ഈ പാവപ്പെട്ടവർക്ക് നീതി മേടിച്ചു കൊടുക്കാൻ പോലും സഭയിൽ ആരുമില്ലാത്ത ഒരു സാഹചര്യം ഇന്ന് ഉടലെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടവും കൂടിയാണ്. ഒരു കാലഘട്ടം മുമ്പ് സഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്നവർ, 2 വ്യക്തികൾ തമ്മിൽ അതിരുതർക്കമോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഇടവകയിലെ വികാരി അച്ഛന്മാരൊക്കെ പോയി 2 കൂട്ടരുടെയും വിളിച്ച് സംസാരിച്ച് പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ചെയ്തു കൊടുക്കുന്ന ഒരു കാലഘട്ടം നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നു. അത് പള്ളിയിൽ വെച്ച് തന്നെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാകുമായിരുന്നു. ഈ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു പരിഹാരം പോലും ഇല്ലാത്തൊരു സാഹചര്യത്തിലേക്കും മറ്റൊരവസ്ഥയിലേക്കും വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിത് പറഞ്ഞു വന്നതിൻ്റെ പിന്നിൽ തിരിച്ചറിയേണ്ട ഒരു പ്രധാനപ്പെട്ട മേഖല, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ, അനുദിന ജീവിതത്തിൽ പാവപ്പെട്ടവരോട് അനീതി കാണിക്കുവാനായിട്ടുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അപ്പോൾ പാവപ്പെട്ടവരോട് അനീതി കാണിക്കുക, അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ കാണിച്ചിട്ടുണ്ടോ എന്ന് ദൈവത്തിന് മുമ്പിൽ ഒന്ന് ആത്മപരിശോധന ചെയ്യണമേ. അതുപോലെ മറ്റൊന്നാണ് അനാഥർക്ക്, കുട്ടികൾക്ക്,
പാവപ്പെട്ടവർക്ക് സർക്കാരിൽ നിന്നും ഒക്കെ ലഭിക്കേണ്ടി വരുന്ന ധനസഹായം ചിലരൊക്കെ സ്വന്തമാക്കും. അതുപോലെ തന്നെ വേറെ ചിലർ ആ ധനസഹായങ്ങളെയൊക്കെ തട്ടിക്കളയുന്ന വ്യക്തികളുണ്ട്. വേറെ വഴിമാറ്റി ചെലവ് ചെയ്തുകൊണ്ട് പണമില്ല എന്ന് പറഞ്ഞ് വഴിമാറ്റി ചെലവഴിക്കും. അതുപോലെ തന്നെ പാവപ്പെട്ടവരായിട്ടുള്ള കുട്ടികളെയൊക്കെ സ്കൂളിൽ ചേർക്കുവാനായിട്ട് കൊണ്ടുവരുമ്പോൾ അഡ്മിഷൻ ഫീസിൻ്റെയൊക്കെ മേഖലയൊക്കെ വന്നു കഴിയുമ്പോൾ അവരോട് അനീതി കാണിക്കുക. ഇല്ല എങ്കിൽ നിങ്ങളിവിടെ പഠിക്കേണ്ട, നിങ്ങൾ വേറെ സ്കൂളിൽ പോയി പഠിച്ചു, ഇവിടെ ഇന്നത് കൃത്യമായിട്ട് വേണമെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ മേഖലകളിലൊക്കെ തടസ്സം നിൽക്കുക. ഇതെല്ലാം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ തിന്മയാണ്. അനാഥർ, ചോദിക്കാനും പറയാനും അവർക്കാരുമില്ല. ഇന്ന് ഒത്തിരി അനാഥരെ എടുത്തു നോക്കുന്ന സംവിധാനങ്ങൾ ഇന്ന് സഭയിലുണ്ട്. അതിനും യാതൊരു സംശയവുമില്ല. സഭയിൽ അനേകം വ്യക്തികൾ ഈ പറയപ്പെട്ട അനാഥർക്ക് വേണ്ടിയിട്ട് ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന സഭയുടെ വലിയൊരു കാഴ്ചപ്പാട് ശ്ലാഘനീയമാണ്. ആ സഭയ്ക്ക് ഈ അനാഥരെ നോക്കുന്ന വ്യക്തികളെ നമ്മൾ ആദരിച്ചേ പറ്റൂ, ബഹുമാനിച്ചേ പറ്റൂ. അനീതി കാണിക്കാതെ നീതിപൂർവം എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കിക്കൊണ്ട് എല്ലാവരെയും സഹായിച്ചുകൊണ്ട് നോക്കുന്ന അനേകം സഭയുടെ സ്ഥാപനങ്ങൾ നിന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. അതുമൂലം പല വ്യക്തികൾക്കും അനാഥരായിട്ടുള്ളവർക്കും നീതി ലഭിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ ചുറ്റുവട്ടം നോക്കിക്കഴിയുമ്പോൾ അനാഥരായിട്ടുള്ള ഏതെങ്കിലും വ്യക്തികളുണ്ടെങ്കിൽ അവരോട് അനീതി കാണിക്കുന്ന വ്യക്തികളൊന്നും നമ്മുടെ സമൂഹത്തിലുണ്ട്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലൊന്ന് ആത്മപരിശോധന ചെയ്യണമേ. അനാഥരായ വ്യക്തികൾ നമ്മുടെ സമൂഹത്തിലുണ്ടെങ്കിൽ അനാഥർക്ക് കൊടുക്കേണ്ട നീതി ഞാൻ മുഖാന്തരം അവർക്ക് ലഭിക്കാതെ പോയിട്ടുണ്ടോ? അനാഥരായ വ്യക്തികളെ ഞാൻ അവഗണിച്ചിട്ടുണ്ടോ എന്ന് ദൈവത്തിന് മുമ്പിൽ ആത്മപരിശോധന ചെയ്യണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ സമൂഹത്തിലുള്ള അനാഥരായിട്ടുള്ള വ്യക്തികളെ കണ്ട് മുഖം തിരിച്ചു പോയ നിമിഷങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. സഹായിക്കുവാൻ സാഹചര്യമുണ്ടായിട്ട് പോലും സഹായിക്കാതെ മുഖം തിരിച്ചു പോയ നിമിഷങ്ങളുണ്ട്. കർത്താവെ, മാപ്പ് ചോദിക്കുന്നു. കർത്താവായ ഈശോയെ, ഞങ്ങളിൽ കഴിയുന്ന സഹായങ്ങൾ അനാഥർക്കൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ട് പാവപ്പെട്ടവരോട് അനീതി കാണിക്കാതെ നീതിപൂർവം അവരെ പരിഗണിക്കുവാനായിട്ടുള്ള കൃപയും അനുഗ്രഹവും അവിടുത്തെ പരിശുദ്ധാത്മാവിലൂടെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.